18 വർഷത്തോളമായി തങ്ങളുടെ വീട് ഒരു ഭക്ഷണശാലയാക്കിയ അമ്മയെയും അച്ഛനെയും കാണാനാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. അതായത് വർഷങ്ങൾക്ക് മുമ്പ് പെയിൻ ഗസ്റ്റായി കുറച്ച് വിദ്യാർത്ഥികളുണ്ടായിരുന്നു. അവർക്ക് ഭക്ഷണം തയ്യാറാക്കി, പിന്നീട് അത് ഹോട്ടലായി മാറി. ഇപ്പം കോട്ടയം നഗരത്തിൽ നല്ല ഉച്ചഭക്ഷണം എവിടെ കിട്ടും ചോദിച്ചാൽ എല്ലാവരും ഒരേ സ്വരത്തിൽ പറയും, നാടൻ ഭക്ഷണശാലയിലേക്ക് വിട്ടോളാൻ. വാ പോര്. ഇതാണ് മിനിച്ചേച്ചിയുടെയും സാബുച്ചൻ്റെയും സാമ്രാജ്യം. അതായത് തൊട്ടുപിറകിലാണ് വീടും താമസവും കാര്യം. ഫ്രണ്ടിൽ ഒരു പോർഷൻ ഹോട്ടലാക്കി നടത്തുകയാണ്. ചേച്ചി, നമ്മളിപ്പോൾ എത്ര വർഷം തുടങ്ങിയിട്ട്? ഇപ്പോൾ എല്ലാം 18 വർഷമായിട്ടുണ്ട്. 18 വർഷം ഇവിടെ തന്നെ കട. അപ്പോൾ മെയിൻ ഷെഫ് പാരാ? സാബുച്ചേട്ടനാ? അങ്ങനെയൊന്നും ഇല്ല. മീൻ വെട്ടുന്നതും കഴുകുന്നതും പുരട്ടുന്നതും ഒക്കെ കുഞ്ഞുമോളാണ്. വറക്കുന്ന ഉഷ ചേച്ചിയാണ്. ഇത് എന്നെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ എല്ലാം മെയിനായിട്ട് സാവും ഞാനും പറയുന്ന രീതിയിൽ അവർ ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. തിരക്കല്ല, തിരക്കാവും. ഇതിന്റെ കക്കയോ? ഇത് കക്കയിറച്ചി. കക്കയുണ്ട്, ബീഫുണ്ട്, പിന്നെ ഫിഷ് ഫ്രൈ, ഫിഷ് കറി. ഫിഷ് ഫ്രൈ, ഫിഷ് എന്തൊക്കെയാ? എങ്ങനെ ഡെയിലി മാറും? എങ്ങനെയാ ഫിഷ്? നമുക്ക് അതായത് മാർക്കറ്റിൽ വരുന്നതനുസരിച്ചാണ്. ചെമ്മീനുണ്ട്, ചെമ്മീൻ റോസ്റ്റ് ഉണ്ട്, ബീഫ് ഫ്രൈ ഉണ്ട്. പിന്നെ ഇന്നെന്തൊക്കെയാ മീൻ കിട്ടിയ? നമുക്ക് പൊടിമീൻ രണ്ട് ഐറ്റം. പൊടിമീൻ, ചെറിയ പൊടിമീന്, വലിയ പൊടിമീൻ. പിന്നെ മുരശ്. മുരശുണ്ട്. മുരശ് പറഞ്ഞാൽ കായൽ മീനല്ലേ? കായലിലെ മീൻ. മുരശ്, പള്ളത്തി. വേറെന്തൊക്കെയാ? കരിമീൻ, സിലോപ്പിയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ സിലോപ്പിക്കാണ് ഇവിടെ മാർക്കറ്റ് കൂടുതലല്ലേ, ആൾക്കാർ ഫാൻസ് കൂടുതൽ. അതെ. അപ്പോൾ ഈവനിങ് എന്താ അവസ്ഥ? രാത്രി ഫിഷ് ഐറ്റങ്ങളുണ്ടോ? രാത്രിയിൽ പൊറോട്ട, ദോശ, ചപ്പാത്തി, കപ്പ, മീൻകറി, ബീഫ്, ചിക്കൻ. രാത്രി ഇവിടെ ഫിഷ് ഫ്രൈ ഉണ്ടോ? ഫിഷ് ഫ്രൈ ഇല്ല. രാത്രി ഉച്ചകൊണ്ടാണ് കക്കാർച്ചി ഇല്ല രാത്രി. അപ്പം നമ്മുടെ പരിപാടി എന്ന് വെച്ചാൽ 11 സ്റ്റാർട്ട് ചെയ്യും, 3 മണി വരെ കടയുള്ളൂ. ഉച്ചകൂണ്. അത് ചിലപ്പോൾ 3-3:30, ചിലപ്പോൾ 4 മണിയൊക്കെ നീണ്ടു പോകും. അത് കഴിഞ്ഞ് നമ്മൾ 5 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. അത് 9:30 വരെയുള്ള പരിപാടിയുള്ളൂ. അപ്പോൾ അതിനൊക്കെ 8 മണിക്കൂർ നമ്മുടെ സാധനം തീരും. ഈ സാബുച്ചേട്ടൻ്റെ മെയിൻ ഐറ്റം എന്തൊക്കെയാ? ബീഫ് അല്ല, നമ്മളെല്ലാത്തിനും കൂടുന്നു. എല്ലാത്തിനും കൂടും. ഇവരൊക്കെയാണ് അതിൻ്റെ ആൾക്കാർ. നമ്മളെല്ലാത്തിനകത്തും ഉണ്ട്. ഉഷേച്ചിയാണ് മെയിൻ പടയാളി. നമ്മൾ പാസല കൂടുതൽ അല്ലല്ല, ആളുണ്ട്. ഇന്നെന്നാ പറ്റുമെന്ന് അറിയാൻ മേല. ഇന്ന് നിങ്ങൾ വന്നുകൊണ്ടായിരിക്കും. ഇപ്പൊ തിരക്കാവും. നമ്മൾ വന്ന ആൾ കൂടും. നല്ല തിരക്കാ. പരിപ്പ് ഓക്കെ, കുറച്ചായി മതി. ഇത് പരിപ്പ് വരുന്നുണ്ട്, പിന്നെ സാമ്പാർ, മീൻകറി വരും, പിന്നെ അതുപോലെ തന്നെ പുളിശ്ശേരി ഉണ്ട്, പിന്നെ പച്ചമോരുണ്ട്. അത് 4-5 കൂട്ടം ഒഴിച്ചുകറി തന്നെ ഉണ്ട്. അതിന് പുറമെ തന്നെ കണ്ടോ മെഴുക്കുവരട്ടിയായിട്ട് ബീട്രൂട്ട് ഉണ്ട്, പിന്നെ മെഴുക്കുവരട്ടി ഉണ്ട്, തോരനുണ്ട്, അച്ചാറുണ്ട്, അതിൽ തന്നെ മീൻ, ഒരു കഷ്ണം മീനുണ്ട്. ഈ കഷ്ണം മീൻ അടക്കമുള്ള ചോറിന് 90 രൂപയാണ് വരുന്നത്. നൈസ്. 3 പീസിനാകെ 80 രൂപ. അതാണ് ചാർജ്. അതിലേക്ക് 80, എല്ലാം നത്തോലി 80, എല്ലാവരും 80-90 റേഞ്ചാണ് വരിക. അത് 3 കിളിമീനും ചേർത്തിട്ടാണ് 80 രൂപ കേട്ടോ. അപ്പം ഞാൻ 2 മതി എന്ന് പറഞ്ഞു. കാരണം തന്നെ കഴിക്കാൻ വേണ്ടി തോന്നുന്നില്ല. ഭയങ്കര സോഫ്റ്റ്. അപ്പം ഇത് എക്സാക്ട് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ നമ്മൾ പനമ്പാലം, കോട്ടയം മെഡിക്കൽ പനമ്പാലത്താണ് ലൊക്കേഷൻ. നാടൻ ഭക്ഷണശാല. വന്നു കഴിഞ്ഞാൽ നല്ല ഉച്ചയൂണ് കഴിക്കാം. നമ്മൾ വീട്ടിൽ നിന്ന് കഴിക്കുന്ന അതേ ടേസ്റ്റിലും നല്ല കുറേ വെറൈറ്റി ഐറ്റംസൊക്കെ കൂട്ടി നല്ല ഭക്ഷണം കഴിക്കാം. അപ്പം കോട്ടയം ഭാഗത്ത് വരുന്ന ആൾക്കാരും ഈ ഭാഗത്ത് വരിക, നല്ല ഉളപ്പനായിട്ട് കഴിച്ചിട്ട് പോവാം. അതൊക്കെ ഞാൻ വിട്ടേക്കട്ടെ. ഓക്കെ, ബൈ.